നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ്. അത്തം നക്ഷത്രക്കാരുടെ മാർച്ച് 20 മുതൽ 31 തീയതി വരെ ഭാരതീയ ജ്യോതിഷ പ്രകാരം ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും ഇവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ചുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതൊരു സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ഫലമാണ്. ഈ ഫലത്തില് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച്, ചെറിയ കുട്ടികളെ സംബന്ധിച്ച്, അതായത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത്തം നക്ഷത്രക്കാരുടെ ചെറിയ കുട്ടികളുടെ മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികൾക്ക് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ ചതവുകളും മുറിവുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മാറിപ്പോകാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ അധികം മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുചെന്നിടാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് മാനസിക സമ്മർദ്ദമേറുന്ന ഒരു സമയമാണ്. അവരെ ചില കാര്യങ്ങൾക്കായിട്ട് അധികം അവരുടെ മനസ്സമാധാനം കെടുത്താതിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ചില ഫലങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ്. നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും അതിൽ കൂടുതൽ ഫലം, ഉദ്ദേശിച്ചാൽ കൂടുതൽ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. സ്വയം തൊഴിലൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടുള്ള വിജയത്തിൽ എത്താനുള്ള സാധ്യത വളരെയേറെയാണ്. തൊഴിൽ നേട്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഇപ്പോഴുള്ള തൊഴിലിൽ നിന്നൊക്കെ മാറി ആഗ്രഹിച്ച തൊഴിലൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിലും സ്ഥലങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ദ്രവ്യലാഭമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കോടതി കേസുകളിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ്. അനുകൂലമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. കൃഷിയിലൊക്കെ ലാഭം ഉണ്ടാകുന്നുണ്ട്. കൃഷിക്കാരെ സംബന്ധിച്ച് പുതിയ വിളകളൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം വരുന്നുണ്ട്. അതുപോലെ തന്നെ വസ്തുവകകളൊക്കെ വാങ്ങുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒന്നിലധികം സ്രോതസ്സിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് കൊടുത്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കടങ്ങളൊക്കെ തീരുന്നതാണ്. നിലച്ചിരിക്കാതെയുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിനായിട്ട് ഒരുപാട് കാലമായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഈ സമയത്തൊന്ന് പരിശ്രമിക്കാൻ, 20 മുതൽ 31 വരെയുള്ള സമയങ്ങളിലൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ ഉള്ളവര്, കൂടുതലും കാലിനൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവര്, വെരിക്കോസ്, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകൾക്ക് അതില് ഒരു ശമനം കണ്ടെത്താൻ കഴിയുന്നതാണ്. കൂടാതെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വിജയം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് വളരെയേറെ ഗുണമുള്ള സമയമാണ്. യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ്. യാത്രകളൊക്കെ അനുകൂല ഫലം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. ചില യാത്രകൾക്കൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ അവഗണിച്ച് നിങ്ങൾ ആ യാത്ര പുറപ്പെടേണ്ടതാണ്. കാരണം അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്തുന്ന യാത്രയായിരിക്കും. പ്രധാന കാര്യങ്ങൾക്കുള്ള സമയങ്ങളൊന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. പിന്നീടാകട്ടെ എന്ന് വെച്ച് ഒരു കാര്യവും മാറ്റിവെക്കരുത്. ഇപ്പോൾ അത്തം നക്ഷത്രക്കാരുടെ താരകാസ്ഥിതിയൊക്കെ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അത്തം നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശാരീരികമായിട്ട് ചെറിയ മുറിവ്, ചതവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. വാഹനം ഉപയോഗിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അത്തം നക്ഷത്രക്കാരുടെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ഞായറാഴ്ച വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. വ്രതമെടുക്കുക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വ്രതമെടുത്താൽ മതി. എന്നാൽ മാനസികമായിട്ട് പൂർണ്ണമായിട്ടും വ്രതമെടുക്കണം. സൂര്യ ഉദയം മുതൽ അസ്തമനം വരെയാണ് വ്രതമെടുക്കേണ്ടത്. ആ ദിവസം നിങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളോ ഒന്നും പാടില്ല. നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിലും മതത്തിലും ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർ എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ആദ്യം ഈ അത്തം നക്ഷത്രക്കാരുടെ ബീജമന്ത്രം ചൊല്ലുക.
ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ബീജമന്ത്രം നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് നോക്കി എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾക്കത് മനഃപ്പാഠമാക്കി മന്ത്രം ഉരുവിടാവുന്നതാണ്. അങ്ങനെ ഉരുവിടുമ്പോൾ ചെറിയ ശബ്ദത്തിൽ ഉരുവിടാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.